ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ബി ബ്ലോക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈട്രിക് ആസിഡും അതുമായിട്ട് ബന്ധപ്പെട്ട ചില റിയാക്ഷനുകളുമാണ്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നൈട്രിക് ആസിഡ്, അപ്പോൾ ആദ്യമായി തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ പാർട്ടിലേക്ക് വരാം. ആദ്യമായി ലബോറട്ടറിയിൽ നൈട്രിക് ആസിഡിനെ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് നോക്കാം. ഇൻ ലബോറട്ടറി അപ്പം ലബോറട്ടറിയിൽ സോഡിയം നൈട്രേറ്റിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് നോർമലി നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോഡിയം നൈട്രേറ്റും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ നൈട്രിക് ആസിഡ് ലഭിക്കുന്നു HNO3 പ്ലസ് NaHSO4 സോഡിയം ബൈസൾഫേറ്റ് കിട്ടും. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സോ ഇൻ ലബോറട്ടറി നൈട്രിക് ആസിഡ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ റിയാക്ടിങ് സോഡിയം നൈട്രേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നൈട്രിക് ആസിഡിനെ നമുക്ക് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാം. അതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം രണ്ടാമത്തെ മെത്തേഡ് ഓസ്റ്റ്വാൾഡ്സ് പ്രോസസ്സ്. അപ്പോൾ ഓസ്റ്റ്വാൾഡ്സ് പ്രോസസ്സ്, അതിനകത്ത് 3 സ്റ്റെപ്പുകൾ പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സാണ് നൈട്രിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിലാദ്യം ഇവിടെ അമോണിയ ഗ്യാസിന്റെ കാറ്റലറ്റിക് ഓക്സിഡേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാറ്റലറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ ഗ്യാസ്. അപ്പം നമ്മൾ അമോണിയ ഗ്യാസിനെ എടുക്കുന്നു, ഓക്സിജൻ ഇൻ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് platinum or rhodium catalyst at 500 Kelvin and 9 bar pressure. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നു. അമോണിയ ഗ്യാസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റുകൾ കിട്ടുന്നു, നൈട്രജൻ മോണോക്സൈഡും വാട്ടറും. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. 4 മോളിക്കൂൾ അമോണിയ, 5 മോളിക്കൂൾ ഓക്സിജൻ ഫ്രം എയർ. അപ്പോൾ നമുക്ക് അവിടെ 4 മോളിക്കൂൾ നൈട്രജൻ മോണോക്സൈഡ്, 6 മോളിക്കൂൾ വാട്ടർ. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്ന നൈട്രജൻ മോണോക്സൈഡ്, അതിനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും ഓക്സിഡൈസ് ചെയ്യുന്നു. അത് ഫർദർ ഓക്സിഡേഷന് വിധേയമാവുന്നു. അപ്പോൾ നമ്മൾ നൈട്രജൻ മോണോക്സൈഡിനെ ഫർദർ ഓക്സിജന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ് കിട്ടുന്നു. ഇതാണ് റിയാക്ഷൻ. പക്ഷേ ഈ രണ്ടാമത്തെ റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ അപ്പം നൈട്രജൻ മോണോക്സൈഡിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്യിപ്പിച്ച് നൈട്രജൻ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ കിട്ടിയ നൈട്രജൻ ഡയോക്സൈഡിനെ ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ച് നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് മനസ്സിലാക്കാം. നൈട്രജൻ ഡയോക്സൈഡ് അതിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നൈട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും നൈട്രജൻ മോണോക്സൈഡ് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. So main 3 steps involved in Ostwald process. In the first step, ammonia is oxidized in presence of oxygen using platinum or rhodium catalyst at 500 Kelvin and 9 bar pressure, producing nitrogen monoxide. This nitrogen monoxide is further oxidized to nitrogen dioxide. This nitrogen dioxide dissolved in water, producing nitric acid. അപ്പോൾ നമുക്ക് ഇവിടെ നൈട്രിക് ആസിഡ് കിട്ടി. ഈ കിട്ടുന്ന നൈട്രിക് ആസിഡിനെ നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ഏകദേശം 68% കോൺസെൻട്രേഷനിലേക്ക് മാറ്റുന്നു. ഈ കിട്ടുന്ന നൈട്രിക് ആസിഡിനെ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി വാട്ടറിന്റെ എലിമിനേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഓൾമോസ്റ്റ് 68% കോൺസെൻട്രേഷനിലേക്ക് നൈട്രിക് ആസിഡിനെ കൊണ്ടുവരുന്നു. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഏകദേശം ഈ 68% ബൈ മാസ് കോൺസെൻട്രേഷൻ ഉള്ള നൈട്രിക് ആസിഡ് 98 അല്ലെങ്കിൽ 98%ലേക്ക് അങ്ങ് കൺവേർട്ട് ആവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന നൈട്രിക് ആസിഡിനെ നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി ഈ പറഞ്ഞ 68% നൈട്രിക് ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്യാം ബൈ മാസ്. അതിനെ വീണ്ടും നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് അതിൽ ഉപയോഗിച്ചാൽ അതിലെ ബാക്കിയുള്ള റിമൈനിങ് വാട്ടറിനെ അത് അബ്സോർബ് ചെയ്തിട്ട് വി ഗെറ്റ് 98% നൈട്രിക് ആസിഡ്. ഇവിടെ കിട്ടുന്ന ലാസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്ന നൈട്രജൻ മോണോക്സൈഡിനെ നമ്മൾ റീസൈക്കിൾഡ് അല്ലെങ്കിൽ റീസൈക്ലിങ്ങിന് ഉപയോഗിക്കുന്നു. അത് വീണ്ടും നമുക്ക് അടുത്ത പ്രോസസ്സിൽ ഉപയോഗിക്കാം. അപ്പൊ ഈ നൈട്രജൻ മോണോക്സൈഡിനെ റീസൈക്കിൾ ചെയ്യുന്നു. ഇവിടെ കിട്ടുന്ന നൈട്രിക് ആസിഡിന്റെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 98% ആണ്.
ഓക്കെ, അത്രയും മനസ്സിലാക്കുക, കാര്യങ്ങളെ വീണ്ടും മനസ്സിലാക്കി പഠിക്കുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഓക്കെ, അടുത്തതായി നൈട്രിക് ആസിഡിന്റെ പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടി ചർച്ച ചെയ്യുന്നതിന് മുമ്പിട്ട് നമുക്ക് നൈട്രിക് ആസിഡിന്റെ സ്ട്രക്ചറിനെ ഒന്ന് പഠിക്കണം. അപ്പൊ നൈട്രിക് ആസിഡിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നൈട്രിക് ആസിഡിന് ഒരു പ്ലനാർ ജോമെട്രിയാണ്, പ്ലനാർ ഷേപ്പ് ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഓക്സിജൻ, ഓക്സിജൻ. ഇതാണ് നൈട്രിക് ആസിഡിന്റെ പ്രധാനപ്പെട്ട ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്ലനാർ ജോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബോണ്ട് ആംഗിൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ ഉണ്ട്, ദാറ്റ് ഈസ് അബൌട്ട് 130 ഡിഗ്രിയാണ്. ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ ഉണ്ട്, 102 ഡിഗ്രിയാണ്, 102 ഡിഗ്രിയാണ്. ഇത് 130 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ടെർമിനൽ പൊസിഷനിൽ നിൽക്കുന്ന, ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഈ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 96 പൈക്കോമീറ്റർ ആണ്. അതുപോലെ ഈ ഓക്സിജനും നൈട്രജനും, മിഡിൽ റീജിയനിൽ നിൽക്കുന്ന ഓക്സിജനും നൈട്രജനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് ദാറ്റ് ഈസ് അബൌട്ട് 140.6 പൈക്കോമീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എൻട്രൻസിന് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. നൈട്രജൻ ഓക്സിജൻ, ടെർമിനൽ പൊസിഷനിലുള്ള നൈട്രജൻ ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞത് അത് ഏകദേശം 121 പൈക്കോമീറ്റർ ആണ്, 121 പൈക്കോമീറ്റർ ആണ്. ഇത്രയുമാണ് ബോണ്ട് പാരാമീറ്റേഴ്സ് ഓഫ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ നൈട്രിക് ആസിഡിന്റെ ബോണ്ട് പാരാമീറ്റേഴ്സും പ്ലനാർ സ്ട്രക്ചറും നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ കാര്യമായി ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട നൈട്രജൻ ഓക്സിജൻ ടെർമിനൽ ബോണ്ട് ലെങ്ത് 121 പൈക്കോമീറ്റർ ആണ്. അതിനെക്കാട്ടി കൂടുതലാണ് നൈട്രജൻ ഓക്സിജൻ മിഡിൽ ബോണ്ട് ലെങ്ത്, അത് ദാറ്റ് ഈസ് 140.6 പൈക്കോമീറ്റർ. ഓക്സിജൻ ഹൈഡ്രജൻ ടെർമിനൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 96 പൈക്കോമീറ്റർ ആണ്. അതുപോലെ ഈ ബോണ്ട് ആംഗിൾസ് ഓർത്തിരിക്കുക, വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അത് ആസിഡ് മീഡിയത്തിൽ അല്ലെങ്കിൽ അത് വാട്ടർ മീഡിയത്തിൽ നല്ലൊരു സ്ട്രോങ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു നൈട്രിക് ആസിഡ്. അപ്പൊ നമ്മൾ നൈട്രിക് ആസിഡിനെ എടുത്ത് വാട്ടറിലേക്ക് ഇട്ടാൽ വാട്ടറിലേക്ക് അത് വളരെ ഈസി ആയിട്ട് H+ലേക്ക് അതിനെ വിട്ടുകൊടുക്കുകയും അപ്പോൾ വാട്ടർ H3O+ ഹൈഡ്രോണിയം അയണായിട്ട് മാറുകയും നൈട്രിക് ആസിഡിൽ നിന്ന് നൈട്രേറ്റ് അയോണുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പൊ ആ റിയാക്ഷൻ ഇങ്ങനെയാണ്. ഇതാ നോക്കാം, നൈട്രിക് ആസിഡ് HNO3 വാട്ടറുമായിട്ട് വളരെ സ്പീഡിൽ, വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് നൈട്രിക് ആസിഡിൽ നിന്ന് H+ റിലീസ് ആയി കഴിഞ്ഞാൽ അത് NO3- ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് H3O+ ആയിട്ട് മാറും. ദിസ് ഈസ് ദ റിയാക്ഷൻ. അപ്പൊ നമുക്ക് പറയാം നൈട്രിക് ആസിഡ് ആക്ട് ആസ് എ വെരി സ്ട്രോങ് ആസിഡ് ഇൻ വാട്ടർ ഇൻ അക്വസ് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നൈട്രിക് ആസിഡിന്റെ വളരെ പ്രധാനപ്പെട്ട ചില റിയാക്ഷനുകൾ, കെമിക്കൽ റിയാക്ഷനുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. നൈട്രിക് ആസിഡ് നല്ലൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് തന്നെയാണ്. മെറ്റലുകളെയും നോൺ മെറ്റലുകളെയും ഒക്കെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാനുള്ള എബിലിറ്റി നൈട്രിക് ആസിഡിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട NCERT സിലബസ് പ്രകാരം കോപ്പറിന്റെയും സിങ്കിന്റെയും അതുമായിട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അവിടെ ആദ്യം നമുക്ക് കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. കോപ്പർ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്ന ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആണ്. ഡൈലൂട്ട് നൈട്രിക് ആസിഡ് എടുക്കുന്നു, കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കോപ്പറിന്റെ നൈട്രേറ്റ് കിട്ടുന്നു. കോപ്പർ നൈട്രേറ്റ് കിട്ടുന്നു. ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകളെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, ഇവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. 2 മോളിക്യൂൾ നൈട്രജൻ മോണോക്സൈഡ് ഇവിടെ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 4 മോളിക്യൂൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, കോപ്പർ ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നൈട്രജൻ മോണോക്സൈഡ് വിൽ ബി ഇവോൾവ്ഡ് ആൻഡ് വാട്ടർ ആൻഡ് കോപ്പർ നൈട്രേറ്റ് ആർ ബൈ പ്രോഡക്ട്സ്. അതുപോലെ തന്നെ നമുക്ക് ഈ കോപ്പറും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന നോക്കാം. കോപ്പർ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. അപ്പൊ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും വെരി സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റുകളെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയും കോപ്പർ നൈട്രേറ്റ് കിട്ടുന്നു. അതുപോലെ ഇവിടെ മറ്റൊരു ഗ്യാസ് ആണ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആകുമ്പോൾ നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ് ആണ് അവിടെ കിട്ടുന്നത്. നൈട്രജൻ ഡയോക്സൈഡ്, 2 മോളിക്യൂൾ നൈട്രജൻ ഡയോക്സൈഡ്, അതുപോലെ തന്നെ 2 മോളിക്യൂൾ വാട്ടർ. ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. അപ്പം കോപ്പറുമായിട്ട് ഡൈലൂട്ടും കോൺസെൻട്രേറ്റഡുമായിട്ട് നൈട്രിക് ആസിഡുമായിട്ട് കോപ്പർ റിയാക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഈ ഓക്സൈഡുകൾ ആരും ശ്രദ്ധിക്കുക,
ഒരിടത്ത് നൈട്രജൻ മോണോക്സൈഡും അവിടെ നൈട്രജൻ ഡയോക്സൈഡ്. ഈ നൈട്രജൻ ഡയോക്സൈഡ് ഒരു ബ്രൗൺ കളേർഡ് ഗ്യാസ് ആണ്, നമ്മൾ അസിഡിക് നേച്ചർ കാണിക്കുന്നു. അതേസമയം നൈട്രജൻ മോണോക്സൈഡ് കളർലെസ് ആണ്, അത് ന്യൂട്രൽ ആയിട്ടുള്ള pH ആണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ന്യൂട്രൽ ഓക്സൈഡ് ആണ്. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് നൈട്രിക് ആസിഡും സിങ്കും തമ്മിൽ. നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം. അപ്പം സിങ്കുമായിട്ട് നൈട്രിക് ആസിഡ് എങ്ങനെ റിയാക്ട് ചെയ്യും? ആദ്യം തന്നെ ഡയലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് സിങ്ക് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് പഴയതുപോലെ സിങ്കിന്റെ നൈട്രേറ്റ് കിട്ടും പ്ലസ്, അപ്പൊ സിങ്ക് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സിങ്കിന്റെ നൈട്രേറ്റ് കിട്ടുന്നു. അതേസമയം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിവിടെ മറ്റൊരു ഓക്സൈഡ് ആണ്, മറ്റൊരു ന്യൂട്രൽ കളർലെസ് ആയിട്ടുള്ള ഓക്സൈഡ് ആണ് കിട്ടുന്നത്, നൈട്രസ് ഓക്സൈഡ്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇതിനെ നമ്മൾ ലാഫിംഗ് ഗ്യാസ് എന്ന് വിളിക്കുന്നു. അപ്പൊ സിങ്ക് ഡയലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഫിംഗ് ഗ്യാസ് ആണ് കിട്ടുന്നത്. അവിടെ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു കേസാണ്. അപ്പൊ കോപ്പർ ഡയലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൈട്രജൻ മോണോക്സൈഡ് ആണെങ്കിൽ സിങ്ക് ഡയലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നൈട്രസ് ഓക്സൈഡ് N2O ആണ് കിട്ടുന്നത്. അതേസമയം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്ത അതേ ഫാഷനിൽ തന്നെയാണ് സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സിങ്കും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇത് വെരി സിമിലർ റിയാക്ഷൻ ആണ്. അവിടെ നമുക്ക് സിങ്ക് നൈട്രേറ്റ് തന്നെ കിട്ടുന്നു, ZnNO3 2 times അത് തന്നെ കിട്ടുന്നു. അതേസമയം അതിന്റെ കൂടെ നൈട്രജൻ ഡയോക്സൈഡും വാട്ടർ, 2 molecules ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് ആസ് വെൽ ആസ് 2 molecules ഓഫ് വാട്ടർ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്, ഇവിടെ കോപ്പറുമായിട്ട് ഡയലൂട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നു, അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ മോണോക്സൈഡ് ആണ്. അതേസമയം സിങ്കുമായിട്ട് ഡയലൂട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രൽ ഓക്സൈഡ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞ നൈട്രസ് ഓക്സൈഡ് ആണ്. അതേസമയം കോപ്പറും സിങ്കും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ഒരേ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യുന്നു. രണ്ടിടത്തും നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ് തന്നെയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകളുടെ പ്രത്യേകത വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സിങ്കുമായിട്ടും കോപ്പറുമായിട്ടും ഡയലൂട്ട് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ. ഈ ഓക്സൈഡുകളുടെ കാര്യം വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കുക, വീഡിയോ വീണ്ടും കണ്ട് പഠിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ മനസ്സിലാക്കുന്നു, ഇതുപോലെ തന്നെ നോൺ മെറ്റൽസുമായിട്ട്, ഇതിപ്പോ മെറ്റൽസുമായിട്ട് നമ്മുടെ നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്തതാണ്, നോൺ മെറ്റൽസുമായിട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പം നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രിക് ആസിഡിന്റെ ഓക്സിഡേഷനെ, അതിന് എക്സാമ്പിൾസ് ആണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ റിയാക്ഷൻ വിത്ത് നോൺ മെറ്റൽസ്. ഇപ്പൊ നമ്മൾ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചതുപോലെ തന്നെ നോൺ മെറ്റൽസുമായിട്ട് നമ്മൾ റിയാക്ഷൻ നോക്കണം. അപ്പൊ മെയിൻ പ്രോഡക്ട്സ് സ്കെലിറ്റൽ ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് നോക്കുക, എന്തൊക്കെയാണ് അതിന് ഉദാഹരണം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ നോൺ മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ നോക്കുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഇപ്പൊ കാർബൺ, അതുമായിട്ട് നമ്മൾ നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നു. സ്കെലിറ്റൽ ഇക്വേഷൻ നോക്കാം. കാർബണുമായിട്ട് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്താൽ നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് കാർബണിനെ അത് ഓക്സിഡൈസ് ചെയ്യിപ്പിച്ച് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ അയഡിനെ നൈട്രിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. അപ്പം HiO3 അയഡിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഫോസ്ഫറസ് P4നെ നമ്മൾ നൈട്രിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ H3PO4 ഫോസ്ഫോറിക് ആസിഡ് കിട്ടുന്നു. അതേ സമയത്ത് സൾഫറിനെ നമ്മൾ നൈട്രിക് ആസിഡ് കൊണ്ട് ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചാൽ യു ആർ ഗെറ്റിംഗ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റുകളാണ് ഈ പറയുന്ന നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാർബൺ ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, അയഡിൻ ആണെങ്കിൽ അയഡിക് ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, സൾഫർ ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഈ റിയാക്ഷനിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. This nitric acid act as a very strong oxidizing agent with metals as well as non-metals എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഈ നൈട്രിക് ആസിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് NO3- ഗ്രൂപ്പാണ്, നൈട്രൈറ്റ് അയോൺ ആണ്. ഈ നൈട്രൈറ്റ് അയോണിന്റെ ഒരു ടെസ്റ്റ്, അതിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, അതിന്റെ പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കാം, അത് നമ്മൾ കെമിസ്ട്രി ലാബിൽ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സോൾട്ട് അനാലിസിസിന്റെ സമയത്ത് വളരെ വ്യക്തമായിട്ട് +2 ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ആ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്. അവിടെ ബ്രൗൺ റിംഗ് കോംപ്ലക്സ് ഒരു കോംപ്ലക്സ് ആണ്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കാം. അതിനുമുമ്പ് നമുക്ക് ഈ നൈട്രൈറ്റ് അയോണിന്റെ ടെസ്റ്റ് അതെങ്ങനെ നമുക്ക് നടത്താമെന്ന് മനസ്സിലാക്കാം. നോക്കാം അതിന്റെ പ്രൊസീജിയറിലേക്ക്. നൈട്രൈറ്റ് അയോൺ കാണപ്പെടുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു.
അതിലേക്ക് നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് FeSO4 ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടെ സ്ലോലി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ സൾഫ്യൂരിക് ആസിഡ് ചെന്നിട്ട് ആ സൊല്യൂഷനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഇന്റർജംഗ്ഷനിൽ ഒരു ബ്രൗൺ കളയുടെ റിംഗ് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻസിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മനസ്സിലാക്കണം. അവിടുത്തെ കോംപ്ലക്സിനെ പരിചയപ്പെടണം. ബ്രൗൺ കളറിന് കാരണക്കാരനാകുന്ന കോംപ്ലക്സ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നൈട്രേറ്റ് അയോൺ ആ സൊല്യൂഷനിൽ നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ സോൾട്ടിൽ നൈട്രേറ്റ് അയോൺ ഉണ്ട്. ഇറ്റ് ഈസ് ഫ്രം ദ സോൾട്ട് ആൻഡ് ഫെറസ് സൾഫേറ്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫെറസ് സൾഫേറ്റിൽ നിന്ന് Fe2+ അയോണുകൾ വരുന്നു. അപ്പൊ ഈ കറക്റ്റ് പറഞ്ഞാൽ ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ, ഈ റിയാക്ഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് Fe2+ NO3- റെഡ്യൂസ് ചെയ്യുന്നു. Fe2+ ഓക്സിഡേഷൻ സംഭവിക്കുകയും NO3- റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ Fe2+ NO3- റെഡ്യൂസ് ചെയ്ത് NO ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആസിഡ് മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ. അപ്പൊ നമുക്ക് 4H+ കൂടെ കൊടുക്കാം. ആസിഡ് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ NO3- നൈട്രജൻ മോണോക്സൈഡ് ആയിട്ട് മാറുന്നു. Fe2+ ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Fe3+ ആവുന്നു. അതേ സമയത്ത് H+ വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്, ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന ആദ്യത്തെ റിയാക്ഷൻ. അപ്പൊ NO3- റെഡ്യൂസ് ചെയ്യപ്പെട്ട് നൈട്രജൻ മോണോക്സൈഡ് ആവുന്നു. ഇനി അതുപോലെ തന്നെ Fe2+ന്റെ അക്വ കോംപ്ലക്സ്. അപ്പൊ ആ മീഡിയത്തിൽ Fe2+ന്റെ ഹെക്സാ അക്വ കോംപ്ലക്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഹെക്സാ അക്വ കോമ്പൗണ്ടിനകത്തോട്ട് നൈട്രജൻ മോണോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം, ഒരു വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യിപ്പിച്ച് നൈട്രജൻ മോണോക്സൈഡ് ലിഗാൻഡ് ആയിട്ട് ഈ കോംപ്ലക്സിനകത്തേക്ക് കയറുന്നു. അപ്പൊ നമുക്ക് FeH2O5 നൈട്രജൻ മോണോക്സൈഡ് ലിഗാൻഡ് ആയിട്ട് കോംപ്ലക്സിനകത്തേക്ക് കയറി വാട്ടർ ഈസ് എലിമിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ. അപ്പൊ ഈ കിട്ടുന്ന കോംപ്ലക്സ് ഇത് പെന്റാ അക്വ അയൺ കോംപ്ലക്സ് ആണ്. അവിടെ നൈട്രജൻ മോണോക്സൈഡ് ഇവിടെ ഒരു ലിഗാൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നൈട്രജൻ മോണോക്സൈഡ് ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ അതിനെ നൈട്രോസിൽ NitroSyl നൈട്രോസിൽ ലിഗാൻഡ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ബ്രൗൺ കളറിന് കാരണമായിട്ടുള്ള കോംപ്ലക്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ IUPAC നോമെൻക്ലേച്ചർ കൊടുക്കുമ്പോൾ കോർഡിനേഷൻ കോംപ്ലക്സ് നമ്മൾ വിളിച്ചാണ് പെന്റാ അക്വ നൈട്രോസിൽ അയൺ 2 കോംപ്ലക്സ് ആണിത്. അപ്പൊ ഇവിടത്തെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നൈട്രജൻ മോണോക്സൈഡ് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ദിസ് കോംപ്ലക്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്രൗൺ കളർ. അപ്പൊ മനസ്സിലാക്കാം, ഇതാണ് എൻറ്റയർ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഇക്വേഷൻസ് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഒരു സോൾട്ടിൽ NO3- നൈട്രേറ്റ് അയോൺ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കൺഫർമേറ്ററി ടെസ്റ്റിനെയാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ സംസാരിച്ചത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഫോസ്ഫറസുമായിട്ട് ബന്ധപ്പെട്ട ചില അലോട്രോപിക് ഫോംസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോസ്ഫറസിന്റെ വളരെ പ്രധാനപ്പെട്ട ചില അലോട്രോപിക് ഫോംസ്. ഫോസ്ഫറസിന് ഒരുപാട് അലോട്രോപിക് ഫോംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എൻട്രൻസിന് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ അതിന്റെ പേരുകൾ വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്, ഇങ്ങനെ 3 പേരുകളിലാണ് ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോംസ് പ്രധാനപ്പെട്ട അറിയപ്പെടുന്നത്. അതിൽ ബ്ലാക്ക് ഫോസ്ഫറസ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എന്നും ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് പഠിച്ച് നീങ്ങാം. അപ്പൊ അതിൽ ആദ്യത്തെ വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ്. അപ്പൊ ഈ വൈറ്റ് ഫോസ്ഫറസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊരു വൈറ്റ് കളേർഡ് വാക്സി ട്രാൻസ്ലൂസന്റ് സോളിഡ് ആണ്. ട്രാൻസ്ലൂസന്റ് വൈറ്റ് വാക്സി സോളിഡ് ആണ് ഈ വൈറ്റ് ഫോസ്ഫറസ്. അതിന്റെ അപ്പിയറൻസ് അങ്ങനെയാണ്. ഈ ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പെറന്റ് അറിയാം, അതുപോലെ തന്നെ ഒപ്പേക്കും അറിയാം. പ്രകാശത്തെ ഒട്ടും കടത്തിവിടാതിരിക്കുന്നതാണ് ഒപ്പേക്ക്, നന്നായിട്ട് കടത്തിവിടുന്നതാണ് ഈ ട്രാൻസ്പെറന്റ് എന്ന് പറയുന്നത്. അതിന്റെ അപ്പം ട്രാൻസ്പെറന്റിനും ഒപ്പേക്കിനും മധ്യത്തിൽ നിൽക്കുന്ന, മിഡിൽ നിൽക്കുന്ന ഒരു അപ്പിയറൻസ് ആണ് ട്രാൻസ്ലൂസന്റ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്പെറന്റിനും ഒപ്പേക്കിനും ഇടയ്ക്കുള്ള സ്റ്റേറ്റ് ആണ് ട്രാൻസ്ലൂസന്റ്. അപ്പൊ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള ഒരു വാക്സി സോളിഡ് ആണ് ഈ പറഞ്ഞ വൈറ്റ് ഫോസ്ഫറസ്. ഇത് ഹൈലി പോയിസണസ് ആണ്. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്. അപ്പൊ ഇറ്റ് ഈസ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ട്, ഇറ്റ് ഗ്ലോസ് ഇൻ ഡാർക്ക്.
അപ്പം ഇരുട്ടത്ത് തിളങ്ങാനുള്ള കഴിവുണ്ട് ഈ വൈറ്റ് ഫോസ്ഫറസിന്. ആ പ്രതിഭാസത്തെ ഇറ്റ് ഗ്ലോസ് ഇൻ ഡാർക്ക്. അപ്പൊ ഈ തിളങ്ങുന്ന ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ കെമി ലൂമിനസെൻസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് കെമിലുമിനസെൻസ്. അപ്പം വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വൈറ്റ് ഫോസ്ഫറസ് ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് ഇറ്റ് ഈസ് സോലുബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് സോലുബിൾ ഇൻ CS2. കാർബൺ ഡൈസൾഫൈഡിൽ സോലുബിൾ ആവുന്നു, പക്ഷെ വാട്ടറിൽ ഇൻസോലുബിൾ ആവുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റ് ഫോസ്ഫറസിനെ വെള്ളത്തിലാണ് അതിനെ സൂക്ഷിച്ച് വെക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഈ വൈറ്റ് ഫോസ്ഫറസ് എയറുമായി ചേർന്ന് പെട്ടെന്ന് തീ കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറ്റ് റെഡ്ലി ക്യാച്ചസ് ഫയർ ഇൻ എയർ. എയറിൽ വളരെ പെട്ടെന്ന് തീ കത്തിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ വാട്ടർ. അതുകൊണ്ടാണ് വൈറ്റ് ഫോസ്ഫറസിനെ വെള്ളത്തിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പൊ ഈ P4 മോളിക്കൂൾ എന്നാണ് ഈ പറഞ്ഞ വൈറ്റ് ഫോസ്ഫറസിന്റെ റെപ്രസെന്റേഷൻ. അയാൾ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് P4O10 എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ഈ P4O10 വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ആണ്. നല്ല വെളുത്ത കട്ടിയുള്ള പുകയാണ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ്. അപ്പൊ നമുക്ക് പറയാം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് P4 വൈറ്റ് ഫോസ്ഫറസ് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് it readily catches fire in air and produce white dense fumes of P4O10. P4O10ന്റെ വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസ് ഉണ്ട്. നമ്മുടെ വൈറ്റ് ഫോസ്ഫറസ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള സ്ട്രോങ് ആൽക്കലികളുമായിട്ട് ഒരു ഇനർട്ട് അറ്റ്മോസ്ഫിയറിൽ റിയാക്ട് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫോസ്ഫെയിൻ ഗ്യാസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഗ്യാസ് ആണ് ഫോസ്ഫെയിൻ. റോട്ടൻ ഫിഷ് സ്മെല്ലുള്ള ഫോസ്ഫെയിൻ ഗ്യാസ്. അപ്പം വൈറ്റ് ഫോസ്ഫറസ് റിയാക്ട് വിത്ത് ആൽക്കലി in an inert atmosphere of carbon dioxide. കാർബൺ ഡയോക്സൈഡിന്റെ ഇനർട്ട് അറ്റ്മോസ്ഫിയറിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിഷി സ്മെല്ലുള്ള ഒരു ഗ്യാസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോസ്ഫെയിൻ. PH3 എന്ന് പറഞ്ഞ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം വളരെ പ്രധാനപ്പെട്ട കുറേയേറെ പ്രോപ്പർട്ടീസ് ആണ് വൈറ്റ് ഫോസ്ഫറസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈലി റിയാക്റ്റീവ് ആണ് ഈ വൈറ്റ് ഫോസ്ഫറസ്. ഹൈലി റിയാക്റ്റീവ് ആണ് വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള കാരണം വൈറ്റ് ഫോസ്ഫറസ് മറ്റുള്ള അലോട്രോപിക് ഫോമുകളെ അപേക്ഷിച്ച് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡ്യൂ ടു ആംഗുലാർ സ്ട്രെയിൻ. അപ്പൊ ആംഗിൾ സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗുലാർ സ്ട്രെയിൻ ഉണ്ട് ഈ പറയുന്ന വൈറ്റ് ഫോസ്ഫറസ്. അപ്പൊ ആംഗിൾ സ്ട്രെയിൻ നമ്മൾ അതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഏകദേശം ഈ വൈറ്റ് ഫോസ്ഫറസിന് ഒരു ടെട്രാഹിഡൽ ജോമെട്രിയാണ്. അതിന് ആ 4 ഫോസ്ഫറസ് യൂണിറ്റുകളെ ഒരു ടെട്രാഹിഡൽ ഫാഷനിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒരു ഫോസ്ഫറസ് ഇവിടെ ഈ ഒരു രീതിയിലാണ് ഫോസ്ഫറസിന്റെ ടെട്രാഹിഡൽ യൂണിറ്റുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ടെട്രാഹിഡൽ യൂണിറ്റ് ഓഫ് ഫോസ്ഫറസ് P4 ആണിത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയിൽ സ്ട്രെയിൻ വളരെ കൂടുതലാണ്, റിപ്പൽഷൻ ഫാക്ടർ ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ ആംഗിൾ സ്ട്രെയിൻ ഉണ്ട്. ഈ മോളിക്കൂൾ ആംഗിൾ സ്ട്രെയിൻ ഉള്ള ഒരു മോളിക്കൂൾ അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ P4 ആംഗിൾ സ്ട്രെയിൻ ഉണ്ടായതുകൊണ്ട്, ആംഗുലാർ സ്ട്രെയിൻ ഉണ്ടായതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് ആവുന്നു. മറ്റുള്ള അലോട്രോപിക് ഫോമുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ റെഡ് ഫോസ്ഫറസിനെയും ബ്ലാക്ക് ഫോസ്ഫറസിനെയൊക്കെ അപേക്ഷിച്ച് വൈറ്റ് ഫോസ്ഫറസ് ഹൈലി റിയാക്റ്റീവ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ആംഗുലാർ സ്ട്രെയിൻ ആണ്. ഏകദേശം 60 ഡിഗ്രിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ടെട്രാഹിഡൽ ജോമെട്രി ആണ് ഇതിന് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഡ്യൂ ടു ആംഗിൾ സ്ട്രെയിൻ ദിസ് വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഹൈലി റിയാക്റ്റീവ്. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇറ്റ് ഈസ് എ ട്രാൻസ്ലൂസന്റ് വൈറ്റ് വാക്സി സോളിഡ്. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്. ഇറ്റ് ഗ്ലോസ് ഇൻ ഡാർക്ക്. ഇരുട്ടത്ത് തിളങ്ങാനുള്ള കഴിവ് ഈ പറഞ്ഞ വൈറ്റ് ഫോസ്ഫറസിനുണ്ട്. അത് കെമിലൂമിനസെൻസ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ ഇൻസോലുബിൾ ആണ്. അതുകൊണ്ട് അതിനെ വെള്ളത്തിൽ തന്നെയാണ് സംരക്ഷിക്കുന്നത്. പക്ഷെ കാർബൺ ഡൈസൾഫൈഡിൽ അത് സോലുബിൾ ആവുന്നു. അതുപോലെ ഈ P4 അതായത് നമ്മുടെ വൈറ്റ് ഫോസ്ഫറസ് പെട്ടെന്ന് തന്നെ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഓഫ് P4O10 ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വൈറ്റ് ഫോസ്ഫറസ് ആൽക്കലികളുമായിട്ട് ഒരു ഇനർട്ട് അറ്റ്മോസ്ഫിയറിൽ റിയാക്ട് ചെയ്താൽ ഫിഷി സ്മെല്ലുള്ള ഫോസ്ഫൈൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, PH3. അതുപോലെ ഇതിന്റെ സ്ട്രക്ചർ ടെട്രാഹിഡൽ യൂണിറ്റ് ആണ്. ആംഗിൾ സ്ട്രെയിൻ ഉണ്ട്. ഏകദേശം 60 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ആംഗിൾ സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗുലാർ സ്ട്രെയിൻ ഉണ്ടായതുകൊണ്ട് ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്, അൺസ്റ്റേബിൾ ആണ് വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത് ഇവിടെ പഠിക്കാനുള്ളത് രണ്ടാമത്തെ ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോം ആണ് റെഡ് ഫോസ്ഫറസ്.
റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ റെഡ് ഫോസ്ഫറസ് ലെസ് പോയിസണസ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വൈറ്റ് ഫോസ്ഫറസ് ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റെഡ് ഫോസ്ഫറസ് അത്രത്തോളം ഒന്നും വലിയ പോയിസണസ് നേച്ചർ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഹാസ് ആൻ അയൺ ഗ്രേ ലസ്റ്റർ. അപ്പം ഇതിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ്, അയൺ ഗ്രേ ലെസ്റ്റർ ആണ്. ഏകദേശം നമ്മൾ മാച്ച് ബോക്സിന്റെ ഇരുവശങ്ങളിലുമുള്ള പേപ്പറിനെ നമുക്ക് ഈ റെഡ് ഫോസ്ഫറസ് ആണത്, അത് അയൺ ഗ്രേ ലെസ്റ്റർ ആണ്, നമുക്ക് കണ്ട് മനസ്സിലാവുന്നതാണ്. ലെസ് പോയിസണസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഗ്ലോ ഇൻ ഡാർക്ക്, ഇരുട്ടത്ത് തിളങ്ങാനുള്ള കഴിവ്, കെമിലൂമിനസൻസ് ഇല്ല. ഇറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് കെമിലൂമിനസൻസ്. അതുപോലെ തന്നെ ഈ റെഡ് ഫോസ്ഫറസിന്റെ കേസ് പറഞ്ഞാൽ ഏകദേശം നമ്മൾ വൈറ്റ് ഫോസ്ഫറസിനെ ഏകദേശം 573 കെൽവിനിൽ സെവറൽ ഡേയ്സ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റെഡ് ഫോസ്ഫറസ് കിട്ടുന്നത്. അപ്പൊ റെഡ് ഫോസ്ഫറസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 573 കെൽവിൻ ഇൻ ആൻ ഇനർട്ട് അറ്റ്മോസ്ഫിയർ ഫോർ സെവറൽ ഡേയ്സ്. ഒരു ഇനർട്ട് അറ്റ്മോസ്ഫിയറിൽ 573 കെൽവിനിൽ വൈറ്റ് ഫോസ്ഫറസിനെ ഒരുപാട് നാൾ സെവറൽ ഡേയ്സ് ചൂടാക്കിയാണ് നമ്മൾ റെഡ് ഫോസ്ഫറസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ലെസ് പോയിസണസ് ആണ്, പിന്നെ ലെസ് റിയാക്റ്റീവ് ആണ്, വൈറ്റ് ഫോസ്ഫറസിനെക്കാട്ടി ലെസ് റിയാക്റ്റീവ് ആണ്, കെമിലൂമിനസൻസ് ഒന്നും എക്സിബിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അയൺ ഗ്രേ ലെസ്റ്റർ ആണ് നമുക്ക് റെഡ് ഫോസ്ഫറസിൽ പറയാൻ പറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 573 കെൽവിനിൽ വൈറ്റ് ഫോസ്ഫറസിനെ സെവറൽ ഡേയ്സ് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റെഡ് ഫോസ്ഫറസിലേക്ക് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമ്മളിവിടെ റെഡ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ റെഡ് ഫോസ്ഫറസിന് ഒരു പോളിമറിക് സ്ട്രക്ചർ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ടെട്രാഹൈഡ്രൽ യൂണിറ്റുകളുടെ ഒരു പോളിമറിക് സ്ട്രക്ചർ ആണ് നമുക്ക് റെഡ് ഫോസ്ഫറസിലൂടെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഒരു ടെട്രാഹൈഡ്രൽ യൂണിറ്റ് ഇതാണ്. ഈ ടെട്രാഹൈഡ്രൽ യൂണിറ്റിൽ മറ്റൊരു ടെട്രാഹൈഡ്രൽ യൂണിറ്റ് അറ്റാച്ച് ചെയ്യുന്നു. ഇങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ അടുത്ത ഒരു ഫോർമേഷൻ. ഇങ്ങനെ പോളിമറിക് സ്ട്രക്ചർ ആയിട്ട് ഡിഫറെന്റ് ടെട്രാഹൈഡ്രൽ യൂണിറ്റുകൾ ചേരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതാണ് റെഡ് ഫോസ്ഫറസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഡിഫറെന്റ് ടെട്രാഹൈഡ്രൽ യൂണിറ്റുകളുടെ സംയോജനം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ബ്ലാക്ക് ഫോസ്ഫറസിലേക്ക് പോകാം. അടുത്ത മൂന്നാമത്തെ ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോം ആണ് ബ്ലാക്ക് ഫോസ്ഫറസ്. ബ്ലാക്ക് ഫോസ്ഫറസിലേക്ക് വന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത് രണ്ടായിട്ട് തരംതിരിക്കാം. നമുക്ക് ബ്ലാക്ക് ഫോസ്ഫറസിനെ ഒരു ആൽഫ ഫോമും ഒരു ബീറ്റ ഫോമും, ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. അപ്പൊ ആൽഫ ഫോമും ബീറ്റ ഫോമും അവിടെ നമ്മൾ മനസ്സിലാക്കണം, ആൽഫ ഫോം ഓഫ് ദ ബ്ലാക്ക് ഫോസ്ഫറസിന്റെ ആൽഫ ഫോമിനെ നമ്മൾ റെഡ് ഫോസ്ഫറസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ഫോസ്ഫറസ് ബൈ ഹീറ്റിംഗ് റെഡ് ഫോസ്ഫറസ് ഇൻ എ സീൽഡ് ട്യൂബ് അറ്റ് 803 കെൽവിൻ. മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, റെഡ് ഫോസ്ഫറസിനെ ഒരു സീൽഡ് ട്യൂബിൽ 803 കെൽവിനിൽ ചൂടാക്കിയാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസിനെ പ്രഷറിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഫോസ്ഫറസ് അണ്ടർ പ്രഷറിന്റെ സാന്നിധ്യത്തിൽ ഏകദേശം 473 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക, ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് റെഡ് ഫോസ്ഫറസ് ഇൻ എ സീൽഡ് ട്യൂബ് അറ്റ് 803 കെൽവിൻ. ബട്ട് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അണ്ടർ പ്രഷർ. വൈറ്റ് ഫോസ്ഫറസിനെയാണ് ഇവിടെ ഹീറ്റ് ചെയ്യുന്നത്, അവിടെ ശ്രദ്ധിക്കണം. മറ്റേത് റെഡ് ഫോസ്ഫറസ്. ആൽഫയെ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡ് ഫോസ്ഫറസ്, NCERT അനുസരിച്ച് നമുക്ക് ഇങ്ങനെ പഠിക്കാം, വൈറ്റ് ഫോസ്ഫറസ് അത് വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റേഞ്ച് ഈസ് 473 കെൽവിൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഫോസ്ഫറസിന് 3 പ്രധാന അലോട്രോപിക് ഫോംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് വൈറ്റ് ഫോസ്ഫറസ്, പിന്നീട് റെഡ് ഫോസ്ഫറസ്, പിന്നീട് ബ്ലാക്ക് ഫോസ്ഫറസ്. ബ്ലാക്ക് ഫോസ്ഫറസിൽ ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആൽഫ ഫോമും ബീറ്റ ഫോമും. ആൽഫയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഡ് ഫോസ്ഫറസിൽ നിന്നാണ്, അതുപോലെ ബീറ്റയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക.